വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോട് നീ പറയുക, അഗ്നിബാധക്കിടയിൽ നിന്ന് ധൂപകലശങ്ങൾ പൊക്കിയെടുത്ത് തീക്കനൽ പുറത്തേക്കെറിയുക. എന്തെന്നാൽ അവ വിശുദ്ധമാണ്, അതായത് ഈ പാപികളുടെ ധൂപകലശങ്ങൾ തന്നെ. അവ അവരുടെ ജീവനെതിരായിരുന്നു, എന്നാൽ അവ കർത്തൃ സന്നിധിയിൽ അവർ അർപ്പിച്ചതിനാലും വിശുദ്ധമായതിനാലും അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരു ആവരണമാക്കണം. അങ്ങനെ അത് ഇസ്രായേലർക്ക് ഒരടയാളമായിരിക്കും. അഗ്നിയാൽ വിഴുങ്ങപ്പെട്ടവർ സമർപ്പിച്ച പിച്ചള ധൂപകലശങ്ങൾ എടുത്ത് പുരോഹിതനായ എലയാസർ അവയെ ബലിപീഠത്തിന് ആവരണമാക്കി. കർത്താവ് മോശ വഴി അവനോട് പ്രസ്താവിച്ചതുപോലെ അഹ്റോന്റെ തന്നെ സന്തതിയിൽ നിന്നല്ലാത്ത ഒരന്യൻ കർത്തൃ സന്നിധിയിൽ ധൂപമർപ്പിക്കാൻ സമീപിക്കാതിരിക്കാനും കോറഹിനെ പോലെയും അവന്റെ കൂട്ടരെ പോലെയും ആകാതിരിക്കാനും ഇസ്രായേലർക്ക് സ്മാരകമായാണിത്. പിറ്റേ ദിവസം ഇസ്രായേലി സമൂഹം മുഴുവൻ മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും ഇപ്രകാരം പിറുപിറുത്തു: നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു. സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി സംഘം ചേരാൻ തുനിഞ്ഞപ്പോൾ അവർ സമാഗമ കൂടാരത്തിനു നേരെ തിരിഞ്ഞു. അപ്പോൾ അതിനെ മേഘം മൂടി. കർത്താവിന്റെ മഹത്വം അതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിന്റെ മുമ്പിലേക്ക് വന്നു. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു: ഈ സമൂഹ മധ്യത്തിൽ നിന്ന് കുതിച്ചകലുവിൻ. നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യും. അവർ മുഖം മുട്ടെ പ്രണമിച്ചു. മോശ അഹ്റോനോട് പറഞ്ഞു: ധൂപകലശമെടുത്ത് അതിലേക്ക് ബലിപീഠത്തിൽ നിന്ന് അഗ്നി പകർന്ന് ധൂപനദ്രവ്യമിടുക. സമൂഹത്തിന്റെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അവരെ പ്രതി പരിഹാരം അനുഷ്ഠിക്കുക. കർത്തൃ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ടിരിക്കുന്നതിനാൽ മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു. മോശ നിർദ്ദേശിച്ച പ്രകാരം അഹ്റോൻ അതെടുത്ത് സമൂഹത്തിനിടയിലേക്ക് ഓടി. ഇതാ ജനത്തിനെതിരെ മഹാമാരി ആരംഭിച്ചിരിക്കുന്നു. അവൻ ധൂപനദ്രവ്യമിട്ട് ജനത്തെ പ്രതി പരിഹാരം ചെയ്തു. അവൻ മൃതരുടെയും ജീവനുള്ളവരുടെയും ഇടയിലായി നിന്നു. അപ്പോൾ മഹാമാരി നിലച്ചു. മഹാമാരിയിൽ മരണമടഞ്ഞവർ കോറഹിന്റെ കാര്യത്തിൽ മരിച്ചവർക്കു പുറമെ 14,700 പേരായിരുന്നു. മഹാമാരി നിലച്ചപ്പോൾ അഹ്റോൻ സമാഗമ കൂടാരവാതിൽക്കലേക്ക് മോശയുടെ അടുത്തേക്ക് മടങ്ങി. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേലരോട് സംസാരിച്ച് അവരിൽ നിന്ന് അവരുടെ എല്ലാ നേതാക്കന്മാരിലും നിന്ന് ഒരു പിതൃഭവനത്തിന് 1 വടി വീതം എടുക്കുക. അവരുടെ പിതൃഭവനങ്ങൾക്ക് 12 വടികൾ. ഓരോ വ്യക്തിയുടെയും പേര് അവനവന്റെ വടിയിൽ നീ എഴുതണം. ലേവിയുടെ വടിയിൽ നീ അഹ്റോന്റെ പേര് എഴുതണം. അങ്ങനെ ഓരോരുത്തരുടെയും പിതൃഭവന തലവന് 1 വടി. അവ സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങളുമായി സമാഗമിക്കുന്ന സാക്ഷ്യത്തിന് മുമ്പിൽ നീ ചാരി വയ്ക്കണം. ഞാൻ തെരഞ്ഞെടുക്കുന്ന ആളാരോ അവന്റെ വടി തളിർത്തിരിക്കും. അങ്ങനെ എനിക്കെതിരെ ഇസ്രായേലിയർ നടത്തുന്ന പിറുപിറുപ്പുകൾ, അതായത് അവർ നിങ്ങൾക്കെതിരെ നടത്തുന്നവ ഞാൻ അവസാനിപ്പിക്കും. മോശ ഇസ്രായേലരോട് സംസാരിച്ചു. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാരെല്ലാവരും ഓരോ നേതാവിനും ഓരോ വടി വീതം 12 വടികൾ അവന് കൊടുത്തു. അഹ്റോന്റെ വടി അവരുടെ വടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മോശ സാക്ഷി കൂടാരത്തിൽ കർത്തൃ സന്നിധിയിൽ വടികൾ ചാരിവെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷി പേടകത്തിങ്കലേക്ക് ചെന്നപ്പോൾ ഇതാ ലേവി ഭവനത്തിനു വേണ്ടിയുള്ള അഹ്റോന്റെ വടി തളിർത്തിരിക്കുന്നു. മുള പൊട്ടി പൂ വിരിഞ്ഞ് ബദാം പഴങ്ങൾ പാകമായിരിക്കുന്നു. മോശ വടികളെല്ലാം ഇസ്രായേലിയർ മുഴുവന്റെയും അടുത്തേക്ക് കർത്തൃ സന്നിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഓരോരുത്തനും അവനവന്റെ വടി നോക്കിയെടുത്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹ്റോന്റെ വടി സാക്ഷ്യത്തിന് മുമ്പിൽ നീ തിരികെ വയ്ക്കുക. അങ്ങനെ എനിക്കെതിരെയുള്ള അവരുടെ പിറുപിറുപ്പുകൾ അവസാനിക്കുകയും അവർ മരിക്കാതിരിക്കുകയും ചെയ്യട്ടെ. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചുവോ അങ്ങനെ തന്നെ അവൻ പ്രവർത്തിച്ചു.
ഇസ്രായേലിയർ മോശയോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങളിതാ മരിക്കുന്നു, നശിക്കുന്നു, ഞങ്ങളെല്ലാവരും നശിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തു വരുന്ന എല്ലാവരും കർത്താവിന്റെ ആലയത്തെ സമീപിക്കുന്നവർ മരിക്കുന്നു. ഞങ്ങൾ നശിച്ചൊടുങ്ങണമെന്നാണോ? സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു: വിശുദ്ധ സ്ഥലത്തെ സംബന്ധിച്ച കുറ്റത്തിന് നീയും നിന്റെ പുത്രന്മാരും നിന്നോടൊപ്പം നിന്റെ പിതൃഭവനവും ഉത്തരവാദിയായിരിക്കും. നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ച കുറ്റം വഹിക്കേണ്ടതും നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരുമാണ്. നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും സാക്ഷ്യ കൂടാരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നിന്നോട് ചേരുന്നതിനും നിന്നെ സഹായിക്കുന്നതിനും നിന്റെ സഹോദരന്മാരെ കൂടി, അതായത് നിന്റെ പിതൃഗോത്രമായ ലേവി ശാഖയെ നിന്നോടുകൂടെ കൊണ്ടുവരണം. നിന്റെ ചുമതലയിലും കൂടാരം മുഴുവന്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരാകണം. അവരും നിങ്ങളും മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുതെന്ന് മാത്രം. അവർ നിന്നോട് ചേർന്ന് സമാഗമ കൂടാര ശുശ്രൂഷയും കൂടാര ജോലി മുഴുവനും നിർവഹിക്കണം. അന്യൻ നിങ്ങളെ സമീപിക്കരുത്. ഇസ്രായേലിയരുടെ മേൽ ഇനിയൊരു ക്രോധം ഉണ്ടാകാതിരിക്കാൻ വിശുദ്ധ സ്ഥലത്തിന്റെ ശുശ്രൂഷയും ബലിപീഠത്തിന്റെ ശുശ്രൂഷയും നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ, സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് നൽകപ്പെട്ട സമ്മാനമായി നിങ്ങളുടെ ലേവായ സഹോദരന്മാരെ ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ബലിപീഠത്തിന്റെ ഓരോ കാര്യം സംബന്ധിച്ചും തിരശീലയുടെ അകം സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ പുരോഹിത ശുശ്രൂഷ നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും പാലിക്കുകയും അനുഷ്ഠിക്കുകയും വേണം. ഞാൻ നൽകുന്ന നിങ്ങളുടെ പൗരോഹിത്യം ദാന ശുശ്രൂഷയാണ്. അതിനെ സമീപിക്കുന്ന അന്യൻ കൊല്ലപ്പെടണം. കർത്താവ് അഹ്റോനോട് വചിച്ചു: ഇതാ, എന്റെ കാണിക്കകളുടെ മേൽനോട്ടം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഇസ്രായേലിയരുടെ എല്ലാ വിശുദ്ധ വസ്തുക്കൾക്കുമുള്ള ഓഹരിയായി ഞാൻ അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും ഒരു ശാശ്വത ചട്ടമായി നൽകിയിരിക്കുന്നു. അഗ്നിയിലെ അർപ്പണത്തിൽ നിന്നുള്ള അതിവിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഇത് നിനക്കുള്ളതായിരിക്കും. അവരുടെ ഓരോ ധാന്യയാഗത്തിൻ്റെതും ഓരോ പാപമുക്തിയാഗത്തിൻ്റെതും ഓരോ പ്രായശ്ചിത്തയാഗത്തിൻ്റെതുമായി അവർ എനിക്കായി അർപ്പിക്കുന്ന അവരുടെ ഓരോ കാണിക്കയും അത് നിനക്കും നിന്റെ പുത്രന്മാർക്കുമുള്ള അതിവിശുദ്ധ വസ്തുവായിരിക്കും. അതിവിശുദ്ധ വസ്തുവായി അത് നീ ഭക്ഷിക്കണം. പുരുഷന്മാർക്കെല്ലാം അത് ഭക്ഷിക്കാം. അത് നിനക്ക് വിശുദ്ധമാണ്. ഇതും നിനക്കുള്ളതായിരിക്കും. ഇസ്രായേലിയരുടെ എല്ലാ നീരാജനങ്ങൾക്കുമായുള്ള അവരുടെ സമ്മാന കാഴ്ച. അവ നിനക്കും നിന്റെ പുത്രന്മാർക്കും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രിമാർക്കും ശാശ്വത വിഹിതമായി ഞാൻ തന്നിരിക്കുന്നു. നിന്റെ ഭവനത്തിൽ ശുദ്ധിയുള്ള ആർക്കും അത് ഭക്ഷിക്കാം. എണ്ണയുടെ വിശിഷ്ട ഭാഗവും പുതുവീഞ്ഞിന്റെയും ധാന്യത്തിന്റെയും വിശിഷ്ട ഭാഗവും, അതായത് അവർ കർത്താവിന് തരുന്ന അവയുടെ ആദ്യഫലം ഞാൻ നിനക്ക് നൽകുന്നു. അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിന്റെയും ആദ്യഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും. നിന്റെ ഭവനത്തിൽ ശുദ്ധിയുള്ള ആർക്കും അത് ഭക്ഷിക്കാം. ഇസ്രായേലിൽ സമർപ്പിത വസ്തുവായതൊക്കെയും നിനക്കുള്ളതായിരിക്കും. മനുഷ്യനിലാകട്ടെ മൃഗത്തിലാകട്ടെ എല്ലാ ശരീരികളുടെയും ഗർഭപാത്രം തുറക്കുന്നത് അവർ കർത്താവിന് സമർപ്പിക്കുന്നത് നിനക്കുള്ളതായിരിക്കും. മനുഷ്യന്റെ ആദിജാതനെ തീർച്ചയായും നീ വീണ്ടെടുക്കണമെന്ന് മാത്രം. മലിനമൃഗത്തിന്റെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. 1 മാസം പ്രായമാകുമ്പോൾ മുതലാണ് അതിന്റെ വീണ്ടെടുപ്പുണ്ടാകേണ്ടത്. നിന്റെ മതിപ്പു വിലയനുസരിച്ച് വിശുദ്ധ സ്ഥലത്തെ 20 ഗേരാ ഷക്കൽ പ്രകാരം 5 ഷക്കൽ വെള്ളിക്കായിരിക്കണം നീ വീണ്ടെടുക്കേണ്ടത്. എന്നാൽ കാളയുടെ കടിഞ്ഞൂലിനെയോ ചെമ്മരിയാടിന്റെ കടിഞ്ഞൂലിനെയോ കോലാടിന്റെ കടിഞ്ഞൂലിനെയോ നീ വീണ്ടെടുക്കേണ്ടതില്ല. അവ വിശുദ്ധിയുള്ളതാണ്. അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി ധൂമിക്കുകയും വേണം. അവയുടെ മാംസം നീരാജന നെഞ്ചുപോലെയും വലത്തെ കാൽക്കുറകു പോലെയും നിനക്കുള്ളതാണ്. ഇസ്രായേലിയർ കർത്താവിന് ഉയർത്തുന്ന വിശുദ്ധ വസ്തുക്കളുടെ കാണിക്കകളെല്ലാം നിനക്കും നിന്റെ പുത്രന്മാർക്കും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രിമാർക്കും ശാശ്വത വിഹിതമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കും ശാശ്വതമായ ഉപ്പിന്റെ ഉടമ്പടിയായിരിക്കും അത്. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു: അവരുടെ നാട്ടിൽ നീ അവകാശിയാവുകയില്ല. അവരുടെ ഇടയിൽ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിയരുടെ ഇടയിൽ നിന്റെ ഓഹരിയും നിന്റെ അവകാശവും. സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി ലേവ്യർ നിർവഹിക്കുന്ന അവരുടെ ജോലിക്ക് പകരമായി ഇസ്രായേലിലെ ദശാംശം ഓരോന്നും
അവർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു. പാപമേറ്റ് മരിക്കത്തക്ക വിധം ഇനിയും ഇസ്രായേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി ലേവായൻ തന്നെ സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കണം. തങ്ങളുടെ കുറ്റം അവർ വഹിക്കുകയും വേണം. ഇസ്രായേലരുടെ ഇടയിൽ അവർ അവകാശം സ്വന്തമാക്കുകയില്ല. കർത്താവിന് കാണിക്കയായി ഇസ്രായേൽ ഉയർത്തുന്ന അവരുടെ ദശാംശം ലേവായർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇസ്രായേലരുടെ ഇടയിൽ അവർ അവകാശം സ്വന്തമാക്കുകയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞത്. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു, നീ ലേവായരോട് പ്രഖ്യാപിച്ച് അവരോട് പറയണം, ഇസ്രായേലിൽ നിന്ന് നിങ്ങളുടെ അവകാശമായി ഞാൻ തരുന്ന ദശാംശം നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ ദശാംശത്തിൽ നിന്ന് ഒരു ദശാംശം കർത്താവിന് കാണിക്കയായി സമർപ്പിക്കണം. നിങ്ങളുടെ കാണിക്ക മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും ചക്കിൽ നിന്നുള്ള നിറവ് പോലെയും നിങ്ങൾക്കായി പരിഗണിക്കപ്പെടും. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവിധ ദശാംശങ്ങളിൽ നിന്ന് നിങ്ങളും കർത്താവിന്റെ കാണിക്ക സമർപ്പിക്കണം. പുരോഹിതനായ അഹ്റോന് അതിൽ നിന്ന് കർത്താവിന്റെ കാണിക്ക നിങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ സമ്മാനങ്ങൾ ഓരോന്നിലും നിന്ന് അതിന്റെ ഉത്തമമായ എല്ലാറ്റിലും നിന്ന് അതിന്റെ വിശുദ്ധ വസ്തു നിങ്ങൾ കർത്താവിനുള്ള കാണിക്കയായി സമർപ്പിക്കണം. അതിൽ നിന്നുള്ള ഉത്തമ ഭാഗം നിങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളത് ലേവായർക്കായി മെതിക്കളത്തിൽ നിന്നുള്ള ഉൽപ്പന്നം പോലെയും ചക്കിൽ നിന്നുള്ള ഉൽപ്പന്നം പോലെയും പരിഗണിക്കപ്പെടും എന്ന് നീ അവരോട് പറയണം. അത് സമാഗമ കൂടാരത്തിൽ നിങ്ങളുടെ ജോലിക്ക് പ്രതിഫലമായ വേതനം തന്നെയാകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏതു സ്ഥലത്തു വെച്ചും അത് ഭക്ഷിക്കാം. അതിൽ നിന്ന് ഉത്തമ ഭാഗം നിങ്ങൾ സമർപ്പിച്ചിരിക്കയാൽ അതിനെ പ്രതി നിങ്ങൾ പാപമേൽക്കേണ്ടി വരില്ല. ഇസ്രായേലരുടെ വിശുദ്ധ വസ്തുക്കൾ നിങ്ങൾ ദുഷിപ്പിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങൾ മരിക്കുകയില്ല. 104 സങ്കീർത്തനം. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് ഏറെ മഹത്വമുള്ളവനാണ്. അങ്ങ് പ്രതാപവും പ്രാഭവവും അണിഞ്ഞിരിക്കുന്നു. അങ്ങ് വസ്ത്രം എന്ന പോലെ പ്രകാശം ധരിക്കുന്നവനാണ്. മേലാപ്പ് പോലെ ആകാശം വിരിക്കുന്നവൻ. സ്വന്തം മാളികകൾക്ക് ജലത്തിന്മേൽ തുലാമുറപ്പിച്ചവൻ. മേഘങ്ങൾ തന്റെ രഥമാക്കിയവൻ. കാറ്റിൻ ചിറകുകളിലേറി സഞ്ചരിക്കുന്നവൻ. കാറ്റുകളെ തന്റെ ദൂതരായും ജ്വലിക്കുന്ന അഗ്നിയെ തന്റെ സേവകരായും ഉരുവാക്കുന്നവൻ. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനങ്ങൾക്കുമേൽ ഇളകാത്ത വിധം എന്നേക്കും ശാശ്വതമായി ഉറപ്പിച്ചു. വസ്ത്രം എന്ന പോലെ ആഴം അതിനെ ആവരണം ചെയ്തു. ജലസഞ്ചയങ്ങൾ പർവ്വതങ്ങൾക്കു മീതെ നിൽക്കുന്നു. അങ്ങയുടെ ശാസനം മൂലം അവ ഓടിയകലും. അങ്ങയുടെ ഇടിമുഴക്കം മൂലം അവ അരണ്ടോടും. അങ്ങ് അവയ്ക്കായി നിർണയിച്ച സ്ഥാനത്തു തന്നെ പർവ്വതങ്ങൾ ഉയർന്നും താഴ്വരകൾ താഴ്ന്നും നിൽക്കുന്നു. ഭൂമിയെ മൂടാൻ ജലസഞ്ചയങ്ങൾ കടന്നു കയറാതെയും തിരിച്ചു വരാതെയും അങ്ങ് അതിരു നിശ്ചയിച്ചു. അവിടുന്ന് താഴ്വരകളിൽ ഉറവകൾ പ്രവഹിപ്പിക്കുന്നവനാണ്. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. അവ സകല വന്യജീവികൾക്കും കുടിക്കാൻ കൊടുക്കുന്നു. കാട്ടുകഴുതകൾ തങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നു. ആകാശപ്പറവ് കൂട്ടം അവയോട് ചേർന്ന് ചേക്കേറുന്നു. മരക്കൊമ്പുകൾക്കിടയിൽ നിന്ന് അവ കളരവം മുതിർക്കുന്നു. തന്റെ ഉന്നത മന്ദിരങ്ങളിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികളുടെ ഫലം കൊണ്ട് ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് മൃഗഗണത്തിന് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യാധ്വാനത്തിനായി സസ്യജാലവും. ഭൂമിയിൽ നിന്ന് ആഹാരം പുറപ്പെടുത്താനും എണ്ണ കൊണ്ട് അവൻ മുഖം മിനുക്കാനുമാണിത്. വീഞ്ഞു മർത്യഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പം മർത്യഹൃദയത്തെ ഉന്മേഷപ്പെടുത്തുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങളായി അവിടുന്ന് നട്ട ലെബനോനിലെ ദേവദാരുക്കൾ തൃപ്തി അടയുന്നു. അവിടെ പക്ഷികൾ കൂടുകൂട്ടുന്നു. തലപ്പുകളിൽ കൊക്ക് തന്റെ നീണ്ടവും. കാട്ടാടുകൾക്കുള്ള ഉയർന്നിടങ്ങളാണ് പർവ്വതങ്ങൾ. ശിലകൾ കുഴിമുയലുകൾക്ക് സങ്കേതവും. ഋതുക്കൾക്കായി അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് തന്റെ അസ്തമയം അറിയാം. അങ്ങ് ഇരുട്ടു പരത്തുമ്പോൾ രാത്രിയാകുന്നു. അതിൽ സകല വന്യജീവിയും വിഹരിക്കുന്നു. യുവസിംഹങ്ങൾ അലറുന്നത് ഇരയ്ക്ക് വേണ്ടിയാണ്. തമ്പുരാന്റെ പക്കൽ തങ്ങളുടെ ആഹാരം തേടാനുമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അവ സംഘം ചേർന്ന് സ്വന്തം ഗുഹകളിലേക്ക് പതുങ്ങുന്നു. മനുഷ്യൻ തന്റെ വേലയ്ക്കും സന്ധ്യോളമുള്ള തന്റെ ജോലിക്കും പുറപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര അസംഖ്യം! ജ്ഞാനത്തിൽ അങ്ങ് അവയെല്ലാം നിർവഹിച്ചിരിക്കുന്നു. ഭൂമി അങ്ങയുടെ സമ്പത്ത് നിറഞ്ഞതാണ്. അതാ സമുദ്രം വലുതും അതീവം വിസ്തൃതവുമാണ്. അവിടെ അസംഖ്യം ഇഴജന്തുക്കൾ, ചെറുതും വലുതുമായ ജീവികൾ. അവിടെ കപ്പലുകൾ സഞ്ചരിക്കുന്നു.
അതിൽ ഉല്ലസിക്കാനായി അങ്ങ് രൂപം നൽകിയ ലവ്യാദാനം. യഥാസമയം തങ്ങളുടെ ഭക്ഷണം ലഭിക്കാൻ അവയെല്ലാം അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് അവയ്ക്ക് നൽകും, അവ പെറുക്കിയെടുക്കും. അങ്ങ് തുക്കൈ തുറക്കും, അവ സംതൃപ്തി അടയും. അങ്ങ് തിരുമുഖം മറയ്ക്കും, അവ പരിഭ്രമിക്കും. അങ്ങ് അവയുടെ ചൈതന്യം പിൻവലിക്കും, അവ ചത്ത് തങ്ങളുടെ പുഴിയിലേക്ക് മടങ്ങും. അങ്ങ് അങ്ങയുടെ ശ്വാസം അയക്കും, അവ സൃഷ്ടിക്കപ്പെടും. ഭൂമുഖം അങ്ങ് നവീകരിക്കുകയും ചെയ്യും. കർത്താവിന്റെ മഹത്വം ശാശ്വതമാകട്ടെ. കർത്താവ് തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവിടുന്ന് ഭൂമിയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് വിറയ്ക്കും. അവിടുന്ന് പർവ്വതങ്ങളെ സ്പർശിക്കുമ്പോൾ അവ പുകയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് ഗാനം ആലപിക്കും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ആലപിക്കും. എൻ്റെ ചിന്ത അവിടത്തേക്ക് ആസ്വാദ്യമായിരിക്കട്ടെ. ഞാൻ കർത്താവിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് തിരോഭവിക്കട്ടെ. ഇനിമേൽ ദുഷ്ടർ ഇല്ലാതിരിക്കട്ടെ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ തന്നെ മറിയം എഴുന്നേറ്റ് യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവാൽ പൂരിതയായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആര്? എന്തെന്നാൽ ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്തവയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീത. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ഉള്ളം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീതയെന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തന്റെ കരുണയുണ്ടായിരിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ബലം പ്രയോഗിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്ത പോലെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ